ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം മരിച്ച 24 വയസ്സുകാരന് നിപ്പ വൈറസ് ബാധയുണ്ടായിരുന്നതായാണ് സ്ഥിരീകരണം. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗബാധയ്ക്ക് സാധ്യതയുള്ള എല്ലാവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം നടുവം സ്വദേശിയാണ് നിപ്പ ബാധിച്ച് മരിച്ചത്. 151 പേരാണ് യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഐസൊലേഷനിലുള്ള 5 പേർക്ക് നേരിയ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. രോഗബാധയുണ്ടായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കും. 4ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം, അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതി എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ഒഡീഷയിലെത്തുന്ന ശ്രീ മോദി ഭുവനേശ്വറിൽ 3800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. സ്നേഹത്തിന്റെയും നന്മയുടെയും സന്ദേശവുമായി വിശ്വാസികൾ നാളെ നബിദിനം ആഘോഷിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ സ്മരണയിലാണ് ആഘോഷം. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നു. സ്നേഹവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ പ്രവാചകൻ എല്ലാവരെയും പ്രചോദിപ്പിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. സമൂഹത്തിലെ സമത്വത്തിനും ഐക്യത്തിനും ഊന്നൽ നൽകാനും സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീമതി മുർമു തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഒരുമയുടെ ഉത്സവമായ ഓണം ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഓണക്കോടിയും സദ്യവട്ടങ്ങളും ഒത്തുചേരലുകളുമായി ഒരു തിരുവോണ ദിനം കൂടി കടന്നുപോകുമ്പോൾ മലയാളികൾക്ക് ഇത് പ്രതീക്ഷയുടെ ഓണം കൂടിയാണ്. അതിജീവനത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശം കൂടിയാണ് ഇത്തവണ ഓണം നൽകുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിജീവിച്ച വയനാടുകാർ തിരുവോണനാളിൽ ഒത്തുചേർന്നു. ദുരന്തബാധിതർക്കായി സമൂഹ ഓണസദ്യയും ഒരുക്കിയിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന പടയണിയായ നീലംപേരൂർ പടയണിക്ക് നാളെ തുടക്കമാകും. ആലപ്പുഴ നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നാളെ രാത്രി 10-ന് പടയണിക്ക് ചൂട്ടുവെക്കും. അടുത്ത മാസം 1 വരെയാണ് പടയണി. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത്. യാഗി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യ. മ്യാൻമർ, വിയറ്റ്നാം, ലാവോസ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ മാനുഷിക സഹായം അയച്ചു. ഭക്ഷണവും വസ്ത്രവും മരുന്നുകളും ഉൾപ്പെടെ 10 ടണ്ണിന്റെ സഹായം ഇന്ന് മ്യാൻമറിലേക്ക് അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. വിയറ്റ്നാമിലും ലാവോസിലും മാനുഷിക സഹായം എത്തിക്കാനും ദുരന്ത നിവാരണത്തിനുമായി ഇന്ത്യൻ വ്യോമസേനാ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ പോലീസും ഭീകരരും തമ്മിൽ ഇന്ന് വീണ്ടും ഏറ്റുമുട്ടൽ. 1-ലധികം ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ പ്രദേശത്ത് ഇന്നലെ രാത്രിയുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരന് പരിക്കേറ്റതായി സംശയിക്കുന്നതായും അധികൃതർ പറഞ്ഞു. ജനയുഗം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് PS രശ്മിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രശ്മിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് തിടനാടുള്ള വീട്ടുവളപ്പിൽ നടക്കും. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എംപോക്സ് രോഗത്തിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞത്തിന് ഒക്ടോബർ 2-ന് തുടക്കമാകും. ആഫ്രിക്കയിൽ ഏറ്റവും അധികം എംപോക്സ് രോഗികളുള്ള രാജ്യമാണ് കോങ്കോ. വിവിധ അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് 2.65 ലക്ഷത്തിലധികം പ്രതിരോധ മരുന്ന് ഡോസുകൾ ലഭിച്ചതിനെ തുടർന്നാണ് വാക്സിനേഷൻ ആരംഭിക്കുന്നത്. ഹെയ്തിയിൽ ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ച് 16 പേർ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടാങ്കറിൽ നിന്ന് ആളുകൾ അനധികൃതമായി ഇന്ധനം ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് അധികൃതർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാ നടപടികളും സഹായങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഹെയ്തി പ്രധാനമന്ത്രി ഗാരി കോണിൽ അറിയിച്ചു. ലെബനൻ അതിർത്തി ഗ്രാമത്തിലെ താമസക്കാരോട് പ്രദേശം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഗസ സംഘർഷത്തിനിടെ ഇതാദ്യമായാണ് പൌരന്മാരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകുന്നത്. ഡ്രോൺ ഉപയോഗിച്ചാണ് പ്രദേശത്ത് ലഘുലേഖകൾ ഉപേക്ഷിച്ചതെന്ന് ഇസ്രയേലി സൈനിക വക്താവ് പിന്നീട് വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.